ഇത്തവണ ഞാൻ നിങ്ങളുടെ കൃഷ്ണനെ കയ്യോടെ പിടിച്ചു. അവൻ ഉറിയിലെ കലമുടച്ച് വീട് മുഴുവൻ വെണ്ണയാക്കി. അവരെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ ഞാൻ പലതവണ ശ്രമിച്ചു. ചന്ദ്രനെ പോലുള്ള അവന്റെ മുഖം നോക്കി എന്റെ ദേഷ്യം അടക്കാൻ ഞാൻ തയ്യാറല്ല. ഇവന്റെ സൗന്ദര്യത്തിൽ മയങ്ങാത്ത ആരെങ്കിലും ഈ ത്രിലോകത്ത് ഉണ്ടായിരിക്കുമോ? അതുകൊണ്ട് ഞാൻ ഇവനെ കയ്യോടെ പിടിച്ച് കാറ്റിന്റെ വേഗതയിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവൻ എന്നെ മയക്കി ഞാൻ ഇവനെ കയ്യിലേന്തി താമര പോലുള്ള ഇവന്റെ മുഖത്ത് ഞാൻ ചുംബിക്കും. ഓ എന്റെ പ്രഭ, കൃഷ്ണനെ കൊണ്ട് നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവന് നല്ല ശിക്ഷ കൊടുക്കണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? പക്ഷെ എന്നെ വിശ്വസിപ്പിക്കാൻ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. വീണ്ടും ഇവനെന്റെ വീട്ടിൽ വന്ന് വികൃതി കാണിച്ചാൽ ഇവനെ കയ്യോടെ പിടിച്ചുകൊണ്ടുവരാൻ നിങ്ങളല്ലേ പറഞ്ഞത്? അതുകൊണ്ടാ ഞാൻ വന്നത്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഇവനെ ഏൽപ്പിക്കുന്നു. എന്താ പ്രഭാവതി ഇങ്ങനെയൊക്കെ? എന്റെ മകനെ കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുകയാണ്. നീ ആരെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നറിയാമോ? ആരെയാ കൊണ്ടുവന്നെന്നോ? ചന്ദ്ര, നീ എന്തിനാ ഇവിടെ വന്നത്? അമ്മേ, നീ കണ്ടില്ലേ പ്രഭാവതി, നിന്റെ സ്വന്തം മകനാണ് വികൃതികൾ കാണിച്ചത്. കൃഷ്ണനാണ് എല്ലാത്തിനും കാരണമെന്ന് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വാ പ്രഭാവതി, ഇവിടെ വന്നിരിക്കെ. ഞാൻ തണുത്തതെന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. നീ വല്ലാത്ത കുഴപ്പത്തിലാണിപ്പോ. ചന്ദ്ര, നീ അമ്മ ഇങ്ങനെ കളിപ്പിക്കരുത്. നീ അമ്മയുടെ മനസ്സിനെ വേദനിപ്പിച്ചില്ലേ? ഞാൻ കൃഷ്ണന്റെ കൈയാണല്ലോ പിടിച്ചത്. കൃഷ്ണനാണെന്ന് ഞാൻ കണ്ടു. കൃഷ്ണന്റെ കൈയും പിടിച്ചാണ് ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നത്. താമരപ്പൂ പോലുള്ള അവന്റെ കൈകൾ എനിക്കറിയില്ലേ? പക്ഷേ ചന്ദ്ര, വാ ഇവിടെ. കൃഷ്ണനെ ഞാൻ കണ്ടതാണല്ലോ. അമ്മേ, അമ്മ സ്വന്തം മക്കളെ കണ്ട തിരിച്ചറിയണ്ടേ? എന്തിനാ വിചിത്രമായി പെരുമാറിയത്? സ്വന്തം മകനെ അറിയില്ലെന്നുണ്ടോ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ നിന്ന്? കൃഷ്ണ? പ്രഭാവതി അമ്മേ, ഞാൻ കൃഷ്ണനാണ്, നന്ദ മഹാരാജാവിന്റെയും യശോദയുടെയും മകൻ. കൃഷ്ണ, അത് നീയായിരുന്നോ? ആരാണിത്? എന്റെ ചന്ദ്രനോ? നോക്കൂ പ്രഭാവതി അമ്മേ, താങ്കൾക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത്? മാതാവിന്റെ മുമ്പിൽ എന്നെ കള്ളനാക്കിയില്ലേ? ഞാൻ കുറച്ച് വെണ്ണ തിന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. വെണ്ണയുണ്ടാക്കാൻ താങ്കൾ മിടുക്കിയാണ്. ഈ വൃന്ദാവനത്തിൽ ഏറ്റവും നല്ല വെണ്ണ താങ്കളുടേതാണ്. പക്ഷേ ഞാനത് പിന്നെ... ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യരുത് മാതാവേ. ഞാനും താങ്കളുടെ മകനെ പോലെയല്ലേ? ഇനി താങ്കൾ ഇങ്ങനെ ചെയ്താൽ കൂടെ കൊണ്ടുവരുന്നത് ഭർത്താവിനെ ആയിരിക്കും. അതായിരിക്കും ഈ വൃന്ദാവനവാസികൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ തമാശ. ഇങ്ങനെയുള്ള പഴങ്ങളാണോ മഹാരാജാവിന് തരിക? നിനക്കെങ്ങനെ ഇതിന് ധൈര്യം വന്നു? നീ എവിടെയാണ്? മരണത്തിന്റെ പിടിയിൽ നിന്നും നീ എത്ര കാലം ഇങ്ങനെ ഒഴിഞ്ഞു മാറും? ഇല്ല, എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നിന്നെ എന്റെ കൈക്കുള്ളിലാക്കി കാലിനടിയിലിട്ട് ചവിട്ടി ഞെരിച്ചു കളയും. ഞാൻ ലോകത്തിന്റെ 4 ദിക്കിലും നിന്നെ അന്വേഷിച്ച് നിന്നെ കണ്ടുപിടിക്കും.